Good morning. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ഏതാണ് ഹൗസ് കീപ്പിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെന്നുള്ളത് അതൊന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഒന്ന് പറഞ്ഞേ നിങ്ങളെ എത്രാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ നിങ്ങൾ പറഞ്ഞത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസിൻഫെക്റ്റന്റ്? ആ ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞത്? ആ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്? ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. എന്തില്? ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസിൻഫെക്റ്റന്റ്. ഒരു ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? അതായിരുന്നല്ലോ ക്വസ്റ്റ്യൻ. ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന്. അതിന്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കി നിങ്ങള്. ഫസ്റ്റ് തന്നേക്കണം ഓപ്ഷൻ എയില് ഷുഡ് പ്രൊഡ്യൂസ് എ സിഫ്റ്റ് കില്ലർ. പെട്ടെന്ന് ഒരു നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇത് വേണം, കഴിവ് വേണം. പിന്നെ സെക്കൻഡ് നോക്കിയേ ഓപ്ഷൻ ബി, അതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത്. നോക്കിയേ, ഷുഡ് ബി ഇൻസോലിബിൾ ഇൻ വാട്ടർ. ഇൻസോലിബിൾ ഒറ്റ വാക്കാണ് കേട്ടോ അത്. അത് ചിലപ്പോ ഇൻസോലിബിൾ എന്ന് രണ്ടായിട്ട് ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, ഷുഡ് ബി ഇൻസോലിബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ലയിക്കാത്തതാണെന്ന്. ഇൻസോലിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അലിയാത്തത്, വെള്ളത്തില് അലിയാത്തതാണെന്ന്. അത് പ്രോപ്പർട്ടി ആണോ? ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി ആണോ? നമ്മൾ എന്താ പറഞ്ഞേ? പ്രോപ്പർട്ടി എങ്ങനെയാ പറഞ്ഞേ? സോലിബിൾ ഇൻ വാട്ടർ എന്നല്ല പഠിച്ചത്. വെള്ളത്തിൽ സോലിബിൾ ആയിരിക്കും. നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് വാട്ടറിൽ സോലിബിൾ ആയിരിക്കും എന്നാ പറഞ്ഞത് അല്ലെ? ഇവിടെ ഏതാ അപ്പൊ? ഓപ്ഷൻ ബി അല്ലേ? നോക്കിയാൽ നമ്മുടെ ആൻസർ തന്നെ ഷുഡ് ബി ഇൻസോലിബിൾ ഇൻ വാട്ടർ. ഒറ്റ വാക്കാണ് കേട്ടോ, ഇൻസോലിബിൾ. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റല്ലേ നിങ്ങക്ക്? എന്താണ് ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തെ? യെസ്. ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്തിട്ടിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എഴുതിയതിന്റെ അല്ലെങ്കിൽ ഇവിടുന്ന് അയച്ചതിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. അത് ഒറ്റ വേർഡായിട്ട് വായിക്കുക, ഇൻസോലിബിൾ, ലയിക്കാത്ത എന്നുള്ളത്. ഇനി ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു നിങ്ങൾക്ക് ഡൗട്ട് വന്നേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് കീപ്പിംഗ് മാനേജർ എന്നാണോ? അതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാ ഒന്ന് പറയോ ആരെങ്കിലും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞ ആരെങ്കിലും. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അതോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാലഞ്ചസ് ആർ ഫേസ്ഡ് ബൈ ദ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്നുള്ളതാണോ? ഏത് ക്വസ്റ്റ്യനാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ ഒന്ന് പറയോ ആരെങ്കിലും? ഒന്ന് വായിക്കോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആണോ? അതാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തെ? ആരും ഇല്ലേ ക്ലാസ്സില്? റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് കീപ്പിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഹൗസ് കീപ്പിംഗ്. ഓക്കെ, നോക്കിയോടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് കീപ്പിംഗ് മാനേജർ? അപ്പൊ അതിനകത്ത് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് ഏതാന്ന് ചോദിച്ചേക്കുന്നത്. റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാന്നുള്ളത് നിങ്ങളുടെ പ്രിന്റ് നോട്ട് എടുത്ത് നോക്കി. നമ്മൾ തന്നേക്കുന്ന 3 ഓപ്ഷനും റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നല്ലേ? ആണോ? ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതല്ലേ? നോക്കിയേ. മോണിറ്റർ ഓൾ ദ ഡെയിലി ഓപ്പറേഷൻ, ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾ, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്. അതിലെന്താ നിങ്ങൾക്ക് ഡൗട്ട് വന്നേ? മാം, അതില് ആൻസർ കറക്റ്റ് ആക്കിയിട്ടും ആൻസർ അല്ല, അത് ആൻസർ കൊടുത്തിട്ടില്ല മാം, കൊടുത്തിട്ടില്ല.
കൊടുത്തിട്ടില്ല എന്നാണോ? നോ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല എന്നാണോ? ഓക്കെ, അതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞ മൂന്നും റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് കീപ്പിംഗ് മാനേജർ. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ മൂന്നും വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓൾ ഓഫ് ദ എബോ എന്നുള്ളതാണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, മൂന്നും റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓൾ ഓഫ് ദ എബോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ രണ്ടെണ്ണം? ഓക്കെ, ഇനി ഇനി നമ്മള് നെക്സ്റ്റ് നമ്മള് കുറച്ചും കൂടി ഉണ്ടായിരുന്നല്ലേ, നമ്മളത് എവിടെയാ നമ്മൾ പറഞ്ഞ് നിർത്തിയത്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ നമ്മള് സ്കില്ലുകൾ അല്ലെ, ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. അതിൽ 7 പോയിന്റ്സ് വരെ നമ്മൾ പറഞ്ഞായിരുന്നു. 7 പറഞ്ഞില്ലേ? യെസ്. ഇനി അടുത്ത 8ാമത്തെ 1-2 കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. 8ാമത്തെ നോക്കി, അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പൊരുത്തപ്പെടൽ. എന്തിനോടും ഒരു പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് വേണം. The healthcare industry is continuously evolving and non-clinical staff should be adjustable to change in procedure, policy and technology. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്തോറും എന്തുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇത്രയും നാള് നടത്തിയ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ പോളിസികളിൽ ടെക്നോളജിയിലൊക്കെ എന്ത് വരാം? ചേഞ്ചസ് വരാം, മാറ്റം വരാം. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ചീട്ട് എഴുതി കൊടുത്ത് അല്ലെങ്കിൽ ബില്ല് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ, ചീട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന. പക്ഷെ ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ അവരുടെ കയ്യിലേക്ക് ഇത് റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട. അത് നേരെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡോക്ടറിന്റെ സിസ്റ്റത്തിലേക്ക് നേരെ അപ്ലോഡ് ചെയ്തിടുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ ചേഞ്ചസുകൾ ടെക്നോളജിയിൽ വരുന്നത്, പ്രൊസീജിയറിൽ പോളിസികളിലൊക്കെ വരുന്ന ചേഞ്ചുകളോട് എന്താ അതിന് ഒന്ന് അതുമായിട്ട് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റബിൾ ആവണം, അതുമായിട്ട് പൊരുത്തപ്പെടണം. Okay, they should be open to learning new skills and approaches to remain updated in the role. അവർക്കുടെ റോളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ പുതിയ ഈ കാര്യങ്ങള് നമ്മൾ പഠിക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു അവരതിന് വില്ലിങ് ആയിരിക്കണം. നമുക്ക് പുതിയ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ അതിനോട് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. നമ്മൾ അത് പഠിക്കാനും കൂടിയുള്ള ഒരു ഇത് മനസ്സ് കാണിക്കണം. They should be open to learning new skills and approaches to remain updated in their role. അവരുടെ റോളില് അത് അത്യാവശ്യം വേണം. ഇനി അടുത്തത് empathy and compassion. Empathy and compassion. Empathy എന്ന് പറഞ്ഞാൽ എന്താ? സഹാനുഭൂതി. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സഹാനുഭൂതി. കമ്പാഷൻ, അനുകമ്പ. അപ്പൊ നമ്മൾ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസുമായിട്ട് അവര് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ പേഷ്യൻസിനോട് എന്താണ്? ഒരു സഹാനുഭൂതി, ഒരു അനുകമ്പയൊക്കെ കാണിക്കണം. അവരോട് ഇപ്പൊ റിസപ്ഷന്റെ കാര്യം നമ്മൾ റിസപ്ഷനിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, വന്നവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിൽക്കണമെന്നില്ല, ഹോസ്പിറ്റലിൽ പിന്നീടും കാണാൻ വന്നൊന്നുമില്ല. അവരോട് ഒരു നല്ല രീതിയിൽ തന്നെ ഇന്ററാക്ട് ചെയ്യണം, അവരോട് സംസാരിക്കുക ഒക്കെ വേണം. ഒരു സഹാനുഭൂതി, അനുകമ്പ ഇതൊക്കെ വേണം. ഓക്കെ, non-clinical. Okay, although non-clinical staff may not give direct medical care, അവര് ഡയറക്റ്റ് മെഡിക്കൽ കെയർ കൊടുക്കുന്നില്ലെങ്കിലും they often interact with the patient. പേഷ്യൻസുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. നേരെ അവര് ചികിത്സ കൊടുക്കുന്നില്ലെങ്കിലും പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. who may be in difficulty or facing challenging situations. പല പല ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസുകളും അവര് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ അറ്റൻഡറിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിലുള്ള ഇങ്ങനെ ഫേസ് ചലഞ്ചിങ് സിറ്റുവേഷൻസിനെയൊക്കെ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി സിറ്റുവേഷനെയൊക്കെ അവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പേഷ്യൻസിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരോട് ഒരു അനുകമ്പയും സഹാനുഭൂതിയോട് കൂടിയൊക്കെ എന്ത് ചെയ്യണം? അവരോട് ഇന്ററാക്ട് ചെയ്യണം. ഇവിടെ തന്നേക്ക് നോക്കിയേ, ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി,
sympathy and sensitivity towards the patient requirements and emotion is necessary for providing a supportive environment. Then നോക്കി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, പേഷ്യൻസിന്റെ ആവശ്യങ്ങളോട് ഡെമോൺസ്ട്രേറ്റിംഗ് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സഹാനുഭൂതി കാണിക്കണം, സഹാനുഭൂതി. Then sympathy. Sympathy എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സഹതാപം വേണം. sympathy and sensitivity. സംവേദനക്ഷമത വേണം. sympathy, empathy and sensitivity towards the patients. Patientsനോട് കാണിക്കണം. Okay, patients requirements and emotion is necessary for providing a supportive environment. പേഷ്യൻസിന്റെ ആവശ്യങ്ങളോടും അവരുടെ വികാരങ്ങളോടും സഹാനുഭൂതി, സംവേദനക്ഷമത എന്നിവ പ്രകടിപ്പിക്കുന്നതിന് എന്താ, ഒരു സഹായകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകുന്നത് ആവശ്യമാണ്. അപ്പൊ അത് അവരുടെ റോളിൽ അങ്ങനെ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം അവര്. empathy, sympathy and sensitivity towards the patient requirements and emotion is necessary for providing a supportive environment. ആ രീതിയിലൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ടീവ്, അവർക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സഹായകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നതിനും ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ അതിനുള്ള ഒരു കഴിവും വേണം. പിന്നെ അടുത്തതാണ് കൾച്ചറൽ കോമ്പിറ്റൻസ്. Cultural competence. Hospital serves diverse patient population with different culture backgrounds. Non-clinical staff should possess cultural competence, understanding and respecting various cultural practices, belief and value to give inclusive and patient-centered care. Okay, cultural competence. സാംസ്കാരിക കഴിവ് വേണം. Cultural competence, സാംസ്കാരിക കഴിവ്. Hospitals serve diverse patient population with different cultural backgrounds. പല ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള, പല സാംസ്കാരിക പശ്ചാത്തലങ്ങളിലുള്ള വൈവിധ്യമാർന്ന പേഷ്യൻസിന് ഈ ഹോസ്പിറ്റല് എന്ത് ചെയ്യുന്നു, സർവീസ് കൊടുക്കുന്നുണ്ട്. ഒരേ രീതിയിലുള്ള പേഷ്യൻസ് മാത്രമാണെന്നില്ല, അല്ലെ? പല സാംസ്കാരിക പശ്ചാത്തലങ്ങളുള്ള വൈവിധ്യമാർന്ന പേഷ്യൻസിന് ഈ ഹോസ്പിറ്റല് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസസ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്തൊക്കെ കൈവശമാക്കണം, പോസസ് ചെയ്യാന്ന് വെച്ചാൽ കൈവശമാക്കുക. അവര് എന്തൊക്കെ കാര്യങ്ങൾ നേടണം? കൾച്ചറൽ കോമ്പീറ്റൻസ്, സാങ്കേതിക ഒരു കഴിവ്, സാംസ്കാരിക കഴിവ്. കൾച്ചറൽ കോമ്പീറ്റൻസ്, സാംസ്കാരിക കഴിവ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് വേരിയസ് കൾച്ചറൽ പ്രാക്ടീസ്. വിവിധ സാംസ്കാരിക ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും മൂല്യങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും അതിനോട് എന്ത് വേണം, ഒരു റെസ്പെക്ട്ഫുൾ, ഒരു ബഹുമാനം, അതിനോടൊരു ബഹുമാനിക്കുകയും ചെയ്യുന്നതും ഒക്കെ പേഷ്യന്റ് അങ്ങനെ ബഹുമാനം കൊടുക്കണം, അതിനൊരു മൂല്യം കൊടുക്കുന്ന രീതിയിലാവണം. ആൻഡ് ടു ഗീവ് ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. ഒരു പേഷ്യന്റ് സെന്റേർഡ് കെയർ അവര് ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. കൾച്ചറൽ കോമ്പീറ്റൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് വേരിയസ് കൾച്ചറൽ പ്രാക്ടീസ്, ബിലീഫ് ആൻഡ് വാല്യൂ ടു ഗീവ് ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. അപ്പൊ ഇതെന്താ പറഞ്ഞേക്കുന്ന, ഒരു കൾച്ചറൽ കോമ്പീറ്റൻസ്, ഒരു സാംസ്കാരിക കഴിവ് വേണം. അവർക്കുടെ മൂല്യങ്ങളെ, വിശ്വാസങ്ങളെ, അവർക്കുടെ അതിനെയൊക്കെ ബഹുമാനിക്കുകയും അതിനെയൊക്കെ മനസ്സിലാക്കുകയും ഒരു പേഷ്യന്റ് സെന്റേർഡ് കെയർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് തന്നേക്കണം നോക്കിയേ. ദീസ് ആർ ജസ്റ്റ് സം ഓഫ് ദ സ്കിൽസ് ദാറ്റ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ എ ഹോസ്പിറ്റൽ ഷുഡ് പോസസ് to contribute to efficient functioning of the healthcare facility and to provide excellent support to patient and clinical staff. ഇതെന്താ പറഞ്ഞേക്കുന്നത്? ദീസ് ആർ ജസ്റ്റ് സം ഓഫ് ദ സ്കിൽസ്. ഇതില് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ചില കഴിവുകൾ മാത്രം, ജസ്റ്റ് സം ഓഫ് ദ സ്കിൽസ് എന്ന് പറഞ്ഞത് ചെറിയ കഴിവുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഏതാണ് ഇവിടെ? ഹോസ്പിറ്റൽ ഷുഡ് പോസസ് കോൺട്രിബ്യൂട്ട് ടു എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു കാര്യക്ഷമമായുള്ള പ്രവർത്തനത്തിന് സംഭാവന നൽകുക, പ്രവർത്തനത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതിനും, ടു കോൺട്രിബ്യൂട്ട്, ഡൊണേറ്റ് എന്ന
എടുക്കുന്ന കോൺട്രിബ്യൂട്ട് എന്നല്ല. നോക്കിയേ, കോൺട്രിബ്യൂട്ട് എന്നുള്ള വാക്കില്ലേ അവിടെ നിങ്ങൾക്ക്? കോൺട്രിബ്യൂട്ട് ഡൊണേറ്റ് എന്നാണോ? ഫോഴ്സസ് ടു കോൺട്രിബ്യൂട്ട് എന്നല്ലേ? ഡൊണേറ്റ് എന്നാണോ? ഓക്കെ, ഓക്കെ ഡൊണേറ്റിംഗ് ഡൊണേറ്റ് രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണ്. അതായത് ഹോസ്പിറ്റലിലെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു കാര്യക്ഷമമായ പ്രവർത്തനത്തിന് അതിനുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡൊണേഷൻ കൊടുക്കുകയും ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ പ്രൊവൈഡ് എക്സലന്റ് സപ്പോർട്ട്, ഒരു നല്ലൊരു പിന്തുണ കൊടുക്കുകയാണ് പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. പേഷ്യൻസിനും ക്ലിനിക്കൽ സ്റ്റാഫിനും നല്ലൊരു സപ്പോർട്ട് നൽകുന്നതും ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ട ചില കഴിവുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? to contribute to the efficient functioning of the healthcare facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു എഫിഷ്യന്റ് ഫലപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു കോൺട്രിബ്യൂഷൻ സംഭാവന നൽകുന്നതിന് അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നതിന്, പിന്നെ എക്സലന്റ് പേഷ്യന്റിനും ക്ലിനിക്കൽ സ്റ്റാഫിനും ഒരു നല്ലൊരു പിന്തുണ നൽകുന്നതിനും ഒക്കെ വേണ്ടി ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ട ചില കഴിവുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, സ്കിൽസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ 10 സ്കില്ലും പഠിച്ചു വെക്കണം കേട്ടോ, 10 എണ്ണം പഠിച്ചു വെക്കണം. ബേസിക് സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കാം. അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു. ഈ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചാപ്റ്റർ കൂടി അവിടെ ഉണ്ട്, അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്തിടാം. അപ്പൊ ഇത് നോക്കി ഏതൊക്കെയായിരുന്നു സ്കില്ല്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം, ഓർഗനൈസേഷണൽ സ്കില്ല് വേണം, ടെക്നോളജി സ്കില്ല് വേണം, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വേണം, confidentiality and ethics, then teamwork and collaboration, then adaptability, empathy and compassion, then cultural competence. ഇത്രയും കഴിവുകൾ വേണം. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഹോസ്പിറ്റലിലെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ സുഗമമായ പ്രവർത്തനത്തിനും പേഷ്യൻസിനും ക്ലിനിക്കൽ സ്റ്റാഫിനും ഒക്കെ ഒരു നല്ലൊരു പിന്തുണ നൽകുന്നതിനും ഒക്കെ വേണ്ട ചില കഴിവുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. 10 എണ്ണം പേരുകളും പഠിച്ചു വെക്കുക. ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് ഈ സ്കിൽസ്, ബേസിക് സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളത്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ബേസിക് സ്കിൽസ്. ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ബേസിക് ആണ്. ഇതൊക്കെ കമ്പ്യൂട്ടർ ഒക്കെ എല്ലാരും പഠിച്ചിട്ടില്ലേ? അതൊന്ന് ഷെയർ ചെയ്തത്. യെസ്, അനിത, രതീഷ്, പ്രിയ ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഷെയർ ചെയ്തിട്ടാണ്. സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? യെസ്. അപ്പോ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മളിപ്പോ തന്നെ ഇവിടെ ഞങ്ങളിപ്പോ നിങ്ങൾക്ക് ക്ലാസ് തരുന്നതും നിങ്ങളിപ്പോ ഫോണിലൂടെ ആയിരിക്കും അല്ലെ? കുറച്ചുപേരൊക്കെ ലാപ്ടോപ്പിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടോ? അത്യാവശ്യം കമ്പ്യൂട്ടർ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, ഇല്ലേ? കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ട് ഒരുവിധമൊക്കെ. ബേസിക് എന്തായാലും ഒരുവിധമൊക്കെ അറിയാം. അത്യാവശ്യം അത് ഓണാക്കാനും ഒക്കെ അറിയാത്തവര് വളരെ ചുരുക്കം, അധികം പേരുണ്ടാവില്ല അല്ലെ? ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും എന്താ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ ഇലക്ട്രോണിക് മെഷീൻ. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്താ? കമ്പ്യൂട്ടർ ഇസ് എ ഇലക്ട്രോണിക് മെഷീൻ ദാറ്റ് ക്യാൻ സ്റ്റോർ, പ്രോസസ് ആൻഡ് റിട്രൈവ് ഇൻഫർമേഷൻ. നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, അത് പ്രോസസ്സ് ചെയ്യാനായിട്ട്, പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ റിട്രൈവ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് എന്തൊരു ഇത് എല്ലായിടത്തും ഉണ്ടല്ലേ? ഒരു ചെറിയൊരു കടയിൽ ചെന്നാലും കമ്പ്യൂട്ടറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പണ്ടത്തെ പോലെ നമ്മള് ഓരോ കണക്കെടുന്ന് കൂട്ടണ്ട, ചീട്ട് എഴുതി കൂട്ടണ്ട അല്ലെ? ഓരോ കാര്യങ്ങളും ഫയലുകൾ, ഓഫീസിലൊക്കെ ആണെങ്കിൽ ഓരോ ഫയലുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനും എല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഒരു ബുക്ക് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ബുക്ക് എടുക്കണം, അങ്ങനെ പല ഫയലുകൾ റെഫർ ചെയ്യേണ്ടി വരും. ഇപ്പൊ എല്ലാ ഓഫീസിലൊക്കെ ഫയലിന്റെ കെട്ടൊന്നും ഇല്ല അല്ലെ? ആകെ അവരുടെ ഫ്രണ്ടിൽ ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലേ? അപ്പൊ എല്ലാ ഇൻഫർമേഷനും അവിടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം.
നമുക്ക് എല്ലാവരെയും നമ്മൾ ചെയ്യുന്ന എല്ലാവരും അതില് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ നാളെ ചെയ്യുമ്പോൾ അതിന്റെ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ആ പേജ് എടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും നമുക്കടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് കമ്പ്യൂട്ടർ വന്നതോടുകൂടി, അല്ലെ? എല്ലാ മേഖലകളിലും നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട്. ചെറിയൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ടെക്സ്റ്റൈൽസ് തുണിക്കടയിൽ ചെന്ന് അവര് കണക്ക് എഴുതി കൂട്ടുമെന്നല്ല, ജസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് ഓരോന്നും നമുക്ക് പ്രിന്റ് എടുത്ത് നമുക്ക് ഇത് വലിയൊരു എളുപ്പമല്ലേ. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഏത് മെറ്റീരിയൽ മേടിച്ച് ആദ്യത്തെ ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാല് മേടിക്കുന്ന സാധനങ്ങൾ ഫുള്ളൊന്നും നമ്മൾ എഴുതണ്ട, അല്ലെ? ജസ്റ്റ് അതിന്റെ ഇതൊന്ന് ഫസ്റ്റ് ലെറ്റർ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് വരും. അതിന്റെ എമൗണ്ട് അവിടെ വന്നു. ഇത് ജസ്റ്റ് കാൽക്കുലേഷൻസ് തെറ്റില്ല, അല്ലെ? നമ്മൾ കണക്ക് കൂട്ടുമ്പോ ചിലപ്പോ ബാലൻസ് ഒക്കെ അവിടെ നിൽക്കും, ശിഷ്ടമൊക്കെ കൂട്ടാൻ മറന്നു, അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് ആണ്, ഒരു മിസ്റ്റേക്ക് ഒന്നും വരില്ല. അത്രത്തോളം നമ്മുടെ ഒരു നമുക്ക് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അല്ലെ? ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് മെഷീൻ. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന കാര്യങ്ങള്. ഓക്കെ, computers are electronic equipment that process and store digital data. Underline ചെയ്തിട്ട് എന്താ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്, ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡേറ്റ. ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് പ്രോസസ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. They consist of hardware and software components that work together to carry out various tasks. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ഭാഗങ്ങളുണ്ട് കമ്പ്യൂട്ടറിന്, ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്വെയർ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാണ്ട് ഫിസിക്കൽ കമ്പോണന്റ് ആണ്, പുറമേ കാണുന്നത്. അതെ, ഫിസിക്കൽ പാർട്ട്. ഓക്കെ, വെരി ഗുഡ്. അനിത അവിടെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിടാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, ഇത് കമ്പ്യൂട്ടറിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ പാർട്ടാണ്, ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. ഏതൊക്കെ വരാം നമുക്ക്? CPU, കീബോർഡ്, മൗസ്, ഇൻപുട്ട് ഡിവൈസുകൾ, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, മദർ ബോർഡ്, ഇതൊക്കെ വരുന്ന ഒരു പുറമേ കാണുന്ന സംഭവമാണ് ഏതെന്ന് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. Then and software component, software എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാംസുകളാണ്, അതിന്റെ ഉള്ളില് വെച്ചേക്കുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. കമ്പ്യൂട്ടറിലെ ചില പ്രോഗ്രാംസുകളൊക്കെയാണ് ഏത് സോഫ്റ്റ്വെയർ. അപ്പൊ നമുക്ക് മനസ്സിലായി കമ്പ്യൂട്ടറിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ രണ്ടെണ്ണം, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ. Then that work together carry out various tasks. അപ്പൊ ഒരു ഹാർഡ്വെയർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല, സോഫ്റ്റ്വെയറും കൂടി വിചാരിക്കണം. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പോണെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, നിങ്ങളും കൂടി വിചാരിക്കണം. ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ക്ലാസ് നല്ല സ്മൂത്ത് ആയിട്ട് പോകും. ഇത് വൺ വേ ഒരാൾ മാത്രം പറയുന്നത് റേഡിയോ പോലെ അതൊരു ശരിയായ കാര്യമല്ലല്ലോ. പിന്നെ ഇപ്പോൾ ഓൾ മ്യൂട്ട് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അധികം ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തത്. എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് അത് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തേക്കുന്നത്. എങ്കിലും നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുന്നുണ്ട്, ഓക്കെ, റിപ്ലൈ തരുന്നുണ്ട്. മനസ്സിലായോന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയൊക്കെ നമ്മൾ വെർബലി ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതിലൂടെ മെസ്സേജിലൂടെ നമ്മൾ പരസ്പരം കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ രണ്ടുപേർക്കിടെ ഒത്തൊരുമിച്ചുള്ള ഒരു ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനിങ്ങിൽ എന്ത് വേണം? ഹാർഡ്വെയർ മാത്രം വിചാരിച്ചാൽ മതിയോ? ഇല്ല, ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ കമ്പോണന്റ് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് പല ടാസ്കുകളെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. The fundamental components of a computer consist of a CPU, Central Processing Unit. Underline ചെയ്തിട്ടോ അത് CPU എന്നുള്ളത്. CPU ഫണ്ടമെന്റൽ കമ്പോണന്റ്. എക്സാമിന് ചോദിക്കാറുണ്ട് കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസ് വരുന്നതെന്നുള്ളത്, ഏതൊക്കെയാണ്. ഫണ്ടമെന്റൽ അടിസ്ഥാന കമ്പോണന്റ് ആണ്, ഫണ്ടമെന്റൽ കമ്പോണന്റ് ആണ്. The fundamental components of a computer consist of a Central Processing Unit, CPU, Central Processing Unit. Then അടുത്ത് നോക്കിയേ മെമ്മറി യൂണിറ്റ്. മെമ്മറി
Then ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതൊക്കെ ഡീറ്റെയിൽ നമുക്ക് പറയാം കേട്ടോ. അവിടെ താഴെയുണ്ട് നോക്കിയാൽ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഏതിൽ കൂടെയൊക്കെ കൊടുക്കാം? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ് പറയാൻ പറ്റുമോ? ഇൻപുട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസുകൾ. ആരെങ്കിലും മെസ്സേജ് ചെയ്തിട്ടോ? ഇൻപുട്ട് കീബോർഡ്. ഓക്കെ, വെരി ഗുഡ്. കീബോർഡ്, മൗസ്, ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾക്ക് നേരിട്ട് നമുക്ക് എഴുതാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മൗസ്, അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ എഴുതി കൂടെ ആ കീബോർഡിൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മൗസ് കീബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഡിവൈസ് ആണ് ഇൻപുട്ട് ഡിവൈസ്. ഇനി നോക്കിയാൽ തിരിച്ച് ഔട്ട്പുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടർ അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് തരണ്ടേ? അതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻ തിരികെ നൽകുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകൾ. കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് അതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഏതെങ്കിലും ഒരെണ്ണം പറയോ ഔട്ട്പുട്ട് ഡിവൈസ്? ഓക്കെ, മോണിറ്റർ, പ്രിന്റർ, ഒക്കെ നമുക്ക് ഔട്ട്പുട്ട്. മോണിറ്റർ ഇപ്പൊ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുത്ത അതിന്റെ ഒരു മറുപടിയൊക്കെ നമുക്ക് മോണിറ്ററിൽ കൂടെ കിട്ടും. സ്കാനർ, ഓക്കെ, പ്രിന്റർ, നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. കമ്പ്യൂട്ടർ തിരിച്ച് നമുക്ക് നൽകുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അത് ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കീബോർഡ്, മൗസ് ഒക്കെ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മോണിറ്റർ, പ്രിന്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നതാണ്. ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഇനി ഏതാ? സ്റ്റോറേജ് ഡിവൈസുകൾ. അപ്പൊ ഇത്രയാണ് ഫണ്ടമെന്റൽ കമ്പോണന്റ്. ഏതൊക്കെയാണെന്നൊന്നുകൂടി നോക്കിയേ. CPU, മെമ്മറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ? ഇട്ടോ? ഓക്കെ, അണ്ടർലൈൻ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒട്ടും അറിയില്ലാത്തവരുണ്ടോ ക്ലാസ്സിൽ? തുറന്ന് പറയണേ, എന്നാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമെന്നുള്ള ഒരു ഇതിൽ ചിലപ്പോൾ പോകും. ഒട്ടും ബേസിക്, ഒട്ടും ചിലപ്പോൾ നേരത്തെ ഉള്ളവരൊക്കെ അത്രയും അങ്ങനെ അറിയണമെന്നില്ല. ഇപ്പൊ ന്യൂജൻ പിള്ളേർക്ക് അറിയാം. നോ, ബേസിക് അറിയാം. ഒട്ടും അറിയില്ലാത്തവരും ആരും ഇല്ല അല്ലെ? ഓക്കെ, കുറച്ചൊക്കെ അറിയായിരിക്കുമല്ലോ. നമ്മൾ കമ്പ്യൂട്ടർ കാണാത്തവരില്ലല്ലോ എന്തായാലും. എല്ലാവരും കണ്ടിട്ടുണ്ട്, നമ്മൾ എവിടെ ചെന്നാലും കണ്ടിട്ടുണ്ട്, അത്യാവശ്യം അറിയാം. ഓക്കെ, നോക്കി. ഇനി അതില് the CPU is set to the brain of the computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഏതാ? CPU. അണ്ടർലൈൻ ചെയ്തിട്ടോ? That is set to be the brain of the computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ഏതാ? CPU, Central Processing Unit, CPU. The CPU is said to be the brain of the computer, responsible for carrying out instruction and performing calculations. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന്, കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്, അതിനുള്ള ഒരു ഉത്തരവാദിത്വം, അതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒക്കെ ഉള്ള ഒരു പ്രോസസ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ആണ് CPU-നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന നമുക്കുള്ള ഇതൊക്കെ തന്നെ ആരാ? ബ്രെയിൻ അല്ലേ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ബ്രെയിൻ ആണ് അല്ലെ? ബ്രെയിൻ ആണ് നമ്മൾക്ക് മെസ്സേജ്, നീ ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം, ഇങ്ങനെ ഓരോ ഇത് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത് ബ്രെയിൻ ആണ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആരാ? CPU ആണ്. Said to be the brain of the computer, responsible for carrying out instruction and performing calculations. Then memory store data and instruction and perform calculations. Memory എന്ത് ചെയ്യുന്നു? മെമ്മറി സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ CPU require to access quickly. അതിന് മുന്നേ ഒരു സെന്റൻസ് എന്താണെന്നാണ് ഞാൻ നോക്കിയത്. മെമ്മറി സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോം കാൽക്കുലേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടാ? അപ്പൊ CPU എന്ന് പറഞ്ഞത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇതിന്റെ ഉത്തരവാദിത്തം എന്താ? റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻ. ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കുക, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് CPU-ന്. ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. CPU ബ്രെയിൻ ആണെന്ന് പറഞ്ഞു. എന്താണ് ഉത്തരവാദിത്വം? CPU എന്താ ചെയ്യുന്നത്? റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കുന്നു, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നു. മെമ്മറി സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. മെമ്മറി എന്ത് ചെയ്യുന്നു? ഡേറ്റകളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നു.
and perform calculations. Calculations perform ചെയ്യുന്നു. Memory store data and instruction. അപ്പൊ ഡേറ്റാസും ഇൻസ്ട്രക്ഷനും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ആരാണ്? മെമ്മറിയിലാണ്. മെമ്മറിയിലാണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. മെമ്മറി സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ CPU requires to access quickly. CPU വേഗത്തില് അക്സസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റയും നിർദ്ദേശങ്ങളും മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. CPU വേഗത്തില് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഡേറ്റകളും നിർദ്ദേശങ്ങളും ഒക്കെ മെമ്മറി എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. മെമ്മറി സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ദ CPU requires to access quickly. Then input or output devices make the user able to interact with the computer. പറഞ്ഞില്ലേ നമ്മള് കമ്പ്യൂട്ടറുമായിട്ട് നമുക്കൊരു യൂസറിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് സച്ച് ആസ് ഏതൊക്കെയാ? ത്രൂ കീബോർഡ് ആൻഡ് മൗസ്. ഇൻപുട്ട് അവിടെ പറഞ്ഞേക്കുന്ന കീബോർഡും മൗസും ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് എന്താ ചെയ്യുന്നത്? Input or output device make the user able to interact with the computer. കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി അടുത്ത് നോക്കിയേ, സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡേറ്റ ആൻഡ് പെർഫോം ഫോർ ലോങ് ടേം യൂസ്. സ്റ്റോറേജ് ഡിവൈസ് എന്ത് ചെയ്യുന്നു? ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡേറ്റാസ് ആൻഡ് പ്രോഗ്രാംസ്. ഡേറ്റകളും പ്രോഗ്രാംസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നു ഫോർ ലോങ് ടേം യൂസ്. കുറെ നാളത്തേക്ക് ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അത് എത്ര നാൾ വേണമെങ്കിലും അതിന് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. Then operating system and application are software program. ഇത് ഏതാ? ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ സോഫ്റ്റ്വെയറില് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ. പല പല ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങള് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ software program that allow the computer to perform specific tasks. ഈ പല ടാസ്കുകൾ ചെയ്യാനായിട്ട് പെർഫോം ചെയ്യാൻ നിർവഹിക്കാൻ കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറിന് അലോ ചെയ്യുന്ന അനുവദിക്കുന്ന ചില ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ ദാറ്റ് അലൗ ദ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. പല ടാസ്കുകളും പെർഫോം ചെയ്യാൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ അനുവദിക്കുന്നതാണ് സോഫ്റ്റ്വെയറുകൾ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ഏതൊക്കെയാണ്? കമ്പോണൻസ് ഏതൊക്കെയാണ് പഠിച്ചല്ലോ? ഏതൊക്കെയാ? CPU, മെമ്മറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസ്. കിട്ടിയോ? ഫണ്ടമെന്റൽ കമ്പോണൻസ്. അതിൽ CPU-ന് എന്ത് പറയുന്നു? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. എന്താണ് അത് CPU ചെയ്യുന്നത്? റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു. നമ്മുടെ ബ്രെയിൻ അല്ലേ നമുക്ക് വേണ്ട നിർദ്ദേശം തരുന്നത്. അതുപോലെ CPU ആണ് നമുക്ക് ആ കമ്പ്യൂട്ടറിലേക്ക് ഉള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ക്യാരിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്നു. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നടപ്പിലാക്കുന്നു. മെമ്മറി എന്ത് ചെയ്യുന്നു? സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോം കാൽക്കുലേഷൻ. ഡേറ്റാസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. ഇനി അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് കമ്പ്യൂട്ടർ. ഒരു യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഹെൽപ്പ് ചെയ്യുന്നു. കീബോർഡും മൗസും ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ്. ഔട്ട്പുട്ട് പ്രിന്റർ, മോണിറ്റർ ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫോർ ലോങ് ടൈം യൂസ്. അപ്പൊ ആരാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റോറേജ് ഡിവൈസസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ? ഏതൊക്കെയാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് that allow the computer to perform specific tasks. പല ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിനെ അനുവദിക്കുന്നു. ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ ആ ഒരു ബോക്സ് തന്നോ? ആ ബോക്സിൽ നമുക്ക് തന്നേക്കുന്നത് കമ്പ്യൂട്ടറിന്റെ പല ഭാഗങ്ങളാണ്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തെ മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ.
അറിയാലോ, മോണിറ്റർ. അടുത്ത് നോക്കിയേ, മൗസ്. മൗസ് ഏതാ നമ്മൾ പറഞ്ഞത്? ഇൻപുട്ട് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ്. അതിന്റെ ഇപ്പുറത്ത് കണ്ടോ, കീബോർഡ് കണ്ടോ? ഇത് രണ്ടും ഇൻപുട്ട് ഡിവൈസ്. മൗസും കീബോർഡും മോണിറ്ററും. മൂന്നെണ്ണം ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ? മൗസ്, കീബോർഡ്, മോണിറ്റർ. ഇനി അടുത്ത് നോക്കിയ പ്രിന്റർ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കോപ്പി എടുക്കണം. നിങ്ങൾ പ്രിന്റ് എടുക്കണല്ലേ? ഇപ്പൊ നിങ്ങൾ ഇത് നമ്മള് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നിരിക്കുന്ന PDF-കൾ നിങ്ങൾ പ്രിന്റ് എടുക്കല്ലേ? പ്രിന്റ് എടുക്കും. പ്രിന്ററിൽ കൂടെ നമുക്കത് പേപ്പറായിട്ട് നമ്മുടെ കൈ കിട്ടും. നമുക്ക് പഠിക്കാനായിട്ട് ടെക്സ്റ്റിന്റെ രീതിയിൽ പേപ്പറായിട്ട് നമുക്ക് കൈ കിട്ടും. പ്രിന്റ് ചെയ്യും. പിന്നെ സ്പീക്കർ. നമുക്ക് പാട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് സ്പീക്കർ, നമുക്ക് സൗണ്ട് കേൾക്കണ്ടേ? അതിനുവേണ്ടി സ്പീക്കർ ഉണ്ട്. പിന്നെ ഓഡിയോ ഒക്കെ കേൾക്കാൻ സ്പീക്കർ ഉണ്ട്. പിന്നെ പവർ സപ്ലൈ, പവർ കൊടുക്കാനുള്ള പവർ സപ്ലൈ ഉണ്ട്. GPU, അതിന്റെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. GPU എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്, GRAPHIC, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. ഇതൊരു ഹാർഡ്വെയർ കമ്പോണന്റ് ആട്ടോ. ഇതൊരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. അതായത് ഇതെന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക് കാൽക്കുലേഷൻസ് ഒക്കെ സ്പീഡാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് GPU എന്ന് പറയുന്നത്. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. ഗ്രാഫിക്സ്, GRAPHICS, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്, GPU. അടുത്ത് നോക്കിയേ, ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്താ? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഡിവൈസ് ദാറ്റ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ഓൺ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഹാർഡ് ഡിസ്ക്. അറിയാലോ, ഫ്ലാറ്റ് സർക്കുലർ വട്ടത്തിൽ കണ്ടോ? ഫ്ലാറ്റ് ആയിട്ട് സർക്കുലർ പ്ലേറ്റ് ആണ്. അലൂമിനിയം ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ അലൂമിനിയം ഒക്കെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്കുലർ പ്ലേറ്റ്. ഇതൊന്നും ഡീറ്റെയിൽ നോക്കണ്ട. ഹാർഡ് ഡിസ്ക്. പിന്നെ അറിയാലോ, മദർ ബോർഡ് ഉണ്ട്. സർക്യൂട്ട് ബോർഡ് ആണ് കേട്ടോ. മദർ ബോർഡ് എന്ന് പറഞ്ഞ ഓരോ സർക്യൂട്ടുകൾ അതിലേക്ക് കൊടുത്തേക്കുന്ന സർക്യൂട്ട് ബോർഡാണ്. കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സർക്യൂട്ട് ബോർഡുകളാണ് മദർ ബോർഡ്. പിന്നെ അടുത്ത CPU പറഞ്ഞല്ലോ, പ്രോസസർ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU, കമ്പ്യൂട്ടർ കേസ്. കമ്പ്യൂട്ടർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഒക്കെ വരൂലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ എന്തെങ്കിലും വരുന്ന നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ ഇതൊക്കെ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഫ്യൂസിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ ആ ഫ്യൂസ് ചിലപ്പോ പോകും, എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും എമർജൻസി പെട്ടെന്ന് എന്തെങ്കിലും ഇതൊക്കെ ഷോർട്ട് കട്ട് ആവുകയൊക്കെ എന്തെങ്കിലും ചെയ്യുകയൊക്കെ ആണെങ്കിലും കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ കമ്പ്യൂട്ടർ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. പിന്നെ അടുത്തത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. കീബോർഡ്, മോണിറ്റർ, മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ, GPU, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസർ, കമ്പ്യൂട്ടർ കേസ്, കമ്പ്യൂട്ടർ കേസ്. ഇത്രയും കാര്യം ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇനി അടുത്തത് താഴെ ഡീറ്റെയിൽ ഉണ്ട്, അത് നിങ്ങൾ നോക്കണം. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്, ഇത് പഠിക്കണം കേട്ടോ. ഓരോന്നും ഹാർഡ്വെയർ ഫസ്റ്റത്തെയാണ്. ഫണ്ടമെന്റലിൽ വരുന്ന അടിസ്ഥാന ഘടകങ്ങൾ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ. അണ്ടർലൈൻ ചെയ്തിട്ടെ. ഹാർഡ്വെയർ ഈസ് നോൺ ആസ് ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പോണന്റിന്റെ ഈ കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റ് ഒരു ഭൗതിക ഘടകമാണ്, പുറമേ നിന്നുള്ളത്. ഓക്കെ, ലൈക്ക് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മദർ ബോർഡ്. ഇത്രയും ഹാർഡ്വെയറിൽ വരുന്നതാണ്, പഠിക്കണം. ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിക്കാം. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ അടുത്ത വലിയ ഫ്ലോപ്പി ഡിസ്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും CPU അങ്ങനെയൊക്കെ ചോദിക്കാം. ഫിസിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ
ഹാർഡ്വെയർ, ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ലൈക്ക് ഏതൊക്കെയാണ് ആ കമ്പോണന്റ് എന്ന് പറഞ്ഞേക്കുന്നത്? CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, മദർ ബോർഡ് ഉണ്ട്. ഇനി അടുത്ത് നോക്കി സോഫ്റ്റ്വെയർ. Programs and operating system that make the computer able to perform task. അതായത് നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിനെ ആ ടാസ്ക് പെർഫോം ആ ഒരു പ്രവൃത്തി ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ കമ്പ്യൂട്ടറിനെ പ്രാപ്തരാക്കുന്ന ഒരു എന്താണ് ഒരു പ്രോഗ്രാംസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിന്റെ ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുമാണ് സോഫ്റ്റ്വെയർ. പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതാണ് സോഫ്റ്റ്വെയർ. പല പല പ്രോഗ്രാമുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊക്കെയാണ് സോഫ്റ്റ്വെയറിൽ വരുന്നത്. സോഫ്റ്റ്വെയറിലെ പ്രോഗ്രാംസുകളും പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ദാറ്റ് മേക്ക് ദ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്. ഈ ടാസ്ക് നിർവഹിക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ പ്രാപ്തനാക്കുന്ന ചില പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിനകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയേ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഇതില് സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വിൻഡോ, നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസ്, മാക് OS, മാക്കിൻടോഷ് എന്നാണ് അതിന്റെ ഇതിന്റെ പറയുന്നത്. മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് മാക് OS എന്ന് പറയുന്നത്, ഷോർട്ട് ചെയ്ത്. ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്ന വിൻഡോ, മാക് OS, മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോടെ. മാക്കിൻടോഷ് MACINTOSH, മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ്, ഇതൊക്കെ ഏതിനകത്ത് വരുന്നതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്ന. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാ? വേർഡ് പ്രോസസർ, ബ്രൗസേഴ്സ്, ഗെയിംസ്. ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ്. അത് എക്സാമ്പിൾ ഒന്ന് നോക്കി വെച്ചേരെ കേട്ടോ. ഏതൊക്കെയാണ് ഡീറ്റെയിൽ ഒന്നും വേണ്ട, എക്സാമ്പിൾ. അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നത് ഏതൊക്കെയാണ് നോക്കിയേ. വേർഡ് പ്രോസസർ, മൈക്രോസോഫ്റ്റ് വേർഡ് പ്രോസസർ, പിന്നെ വെബ് ബ്രൗസർ, ഗെയിംസുകൾ, ഇതൊക്കെ ഏതാണ്? ആപ്ലിക്കേഷൻ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്തിട്ടേ അതിനകത്ത്. പിന്നെയാണ് CPU എന്ന് പറഞ്ഞത്. ഏതാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. എന്താ പറഞ്ഞത്? CPU-നെ എന്താ? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അണ്ടർലൈൻ ചെയ്തിട്ടായിരുന്നു അല്ലെ? CPU, the brain of the computer that carries out instruction and perform calculation and control data processing. എന്തൊക്കെ നടപ്പിലാക്കുന്നേ? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാരി ഔട്ട് ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങള്, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നു, ആൻഡ് കൺട്രോൾ ഡേറ്റ പ്രോസസിംഗ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിൻ ആണ്, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് CPU എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാലാമത്തെ മെമ്മറി ഉണ്ട്. ഇവിടെ മെമ്മറി നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് പറയാം. റാം, റോം, പിന്നെ ക്യാച്ച് മെമ്മറി ഉണ്ട്. റാം, റോം, ക്യാച്ച് മെമ്മറി. മെമ്മറി പറയുമ്പോൾ നമുക്ക് മൂന്നെണ്ണ പറയാം മെമ്മറി ഇല്ല വരുമ്പോൾ. റാം ഉണ്ട്, റോം ഉണ്ട്, ക്യാച്ച് മെമ്മറി ഉണ്ട്. ഇവിടെ നോക്കിയേ. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് where the computer store data and the instruction that are currently used. ഇവിടെ എന്താ പറഞ്ഞേക്ക? നിലവില് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിലെ ഡേറ്റാസ് ഒക്കെ ഡേറ്റാസും ഇൻസ്ട്രക്ഷനും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് പ്ലേസ്. ടെമ്പററി സ്റ്റോറേജ് പ്ലേസ് അതായത് ഇതെന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾ ഇവിടെ താഴെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയാം. അതിനകത്ത് ഇത് നോക്കാം. മെമ്മറിയിൽ നമ്മൾ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് പറഞ്ഞേക്കുന്നത്. അവിടെ കമ്പ്യൂട്ടറിലെ ഡേറ്റാസും ഇൻസ്ട്രക്ഷനും ഒക്കെ നമ്മളിപ്പോ പ്രസന്റ്ലി, നമ്മൾ കറന്റ്ലി, നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അത് സ്റ്റോർ ചെയ്യണമല്ലോ. അങ്ങനെയുള്ളതാണ് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ. അതിൽ വരുന്നതാണ് റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറയാം. RAM, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അവിടെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വയ്ക്കുക. ടെമ്പററി സ്റ്റോറേജ് സ്പേസിന് എക്സാമ്പിൾ ആണ്. അതിനകത്ത് വരുന്നതാണ് റാം. അതെ മിസ്, ഫോണില് റാം ടെമ്പററി സ്റ്റോറേജ് ആണ് റാം എന്ന് പറയുന്നത്. റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ക്യാച്ച് മെമ്മറി. ക്യാച്ച് മെമ്മറി, CACHE,
അതിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആ CPU മെമ്മറി എന്നും പറയുന്നുണ്ട് കേട്ടോ. CPU മെമ്മറി, ക്യാച്ച് മെമ്മറി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് CPU മെമ്മറി എന്ന് പറയുന്നത്. CPU മെമ്മറി അത് രണ്ടും ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. നിങ്ങൾ റാമും റോമും കേട്ടിട്ടില്ലേ? റാം എന്ന് പറഞ്ഞ എന്താ? റാം ഇറ്റ് ഈസ് വോളറ്റൈൽ. വോളറ്റൈൽ ആണ്, അതായത് നമ്മൾ പവർ പെട്ടെന്ന് പോവുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തേക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നു? പോകുന്നു. ഡേറ്റ ഡിസപ്പിയർ ആവും. When the power losses, the data will disappears. നമ്മൾ പവർ പോയി കഴിഞ്ഞാൽ ഡേറ്റ പോകും. അതാണ് ടെമ്പററി ആണ്, അവിടെ താൽക്കാലികമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. അതുകൊണ്ട് അതിന് വോളറ്റൈൽ ആണെന്ന് പറയാം. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ഏതൊക്കെയാ? നമ്മൾ രണ്ടെണ്ണം പറഞ്ഞേ. അതിൽ വരുന്ന ഏതൊക്കെയാ? റാമും ഉണ്ട്, ക്യാച്ച് മെമ്മറി ഉണ്ട്. ക്ലിയർ ആയോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. അവിടെ ടെമ്പററി സ്റ്റോറേജ് സ്പേസ്, റാം ആൻഡ് ക്യാച്ച് മെമ്മറി. റാമും ക്യാച്ച് മെമ്മറിയും. റാം, ക്യാച്ച് മെമ്മറി. റാം റാൻഡം ആക്സസ് മെമ്മറി. അടുത്ത നോക്കിയേ, ക്യാച്ച് മെമ്മറി. CACH, ക്യാച്ച് മെമ്മറി. ഇനി അടുത്തത് നോക്കാം, സ്റ്റോറേജ്. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്. ഇവിടെ നോക്കിയ പെർമനന്റ് ആണ്. മറ്റത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞേ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആ പറഞ്ഞത്. മെമ്മറി എന്ന് പറയുന്നത് ടെമ്പററി ആണ്. അതിൽ വരുന്നതാണ് റാമും ക്യാച്ച് മെമ്മറിയും. ക്യാച്ച് മെമ്മറി എന്ന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് CPU മെമ്മറി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയ സ്റ്റോറേജില് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ഏതൊക്കെയാ? ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, then storage device, permanent storage device used to store data, program and operating system even when the computer is power off. എന്താ പറഞ്ഞേക്കുന്നേ? അതെന്താ? നോൺ വോളറ്റൈൽ ആണ്. കമ്പ്യൂട്ടറിന്റെ പവർ പോയി കഴിഞ്ഞാലും എന്താ അവിടെ ഓൾറെഡി അത് സ്റ്റോർഡ് ആണ്, പോവില്ല, ഡേറ്റാസ് പോവില്ല. അതാണ് when the power losses, when the data remain. അവിടെ ഡേറ്റ നിലനിൽക്കും. പവർ പോയാലും ഡേറ്റ നിലനിൽക്കും. അതാണ് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ഡേറ്റ, പ്രോഗ്രാം ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർ ഓഫ്. പവർ ഓഫ് ആയാലും അത് റിമെയിൻ ചെയ്യും. ഡേറ്റാസ് അവിടെ റിമെയിൻ ചെയ്യും. എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ ഏതാ വരുന്നത്? ഹാർഡ് ഡിസ്ക് ഡ്രൈവും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും. Solid state drive, hard disk. Solid state drive, SSD എന്ന് പറയാം കേട്ടോ. SSD ഡേറ്റാസ് സ്ഥിരമായിട്ട് നമ്മൾ സംഭരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു തരം സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഉപകരണമാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഡേറ്റാസ് സ്ഥിരമായിട്ട് സംഭരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരു തരം സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഉപകരണമാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ പഠിക്കേണ്ട. ഇവിടെ നിങ്ങൾ നോക്കുക, ഹാർഡ് ഡിസ്കും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. അതൊന്ന് നോട്ട് ചെയ്തിടാം. ഇനി അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. അറിയാലോ, കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസുകൾ. കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ച് ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ഏതിൽ കൂടെ? ഔട്ട്പുട്ട് ഡിവൈസിൽ കൂടെയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. Okay, these are drives used to interact with the computer like a keyboard, mouse. ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ടാണ് മൈസ് തന്നേക്കണേ. മൗസ്, മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്കാനർ. ഇതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് എക്സാമ്പിൾ ആണ്. അറിയാലോ, ഇന്നത്തെ ഉള്ളിലേക്ക് കൊടുക്കാൻ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്, പുറത്തേക്ക് തരാൻ. കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻ ഔട്ടിലേക്ക് തരാൻ. ഇതെന്താ, എന്തിനു സഹായിക്കുന്നു? These devices, input output devices are devices used to interact the computer. കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി ഏഴാമത്തെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ റിസോഴ്സ്, കൺട്രോൾസ് hardware device and provides a user interface for interacting with the computer. ഇത് നോക്കിയേ, കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ റിസോഴ്സ്, കമ്പ്യൂട്ടർ റിസോഴ്സിനെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ഹാർഡ്വെയർ ഡിവൈസ്,
കമ്പ്യൂട്ടർ റിസോഴ്സിനെ നിയന്ത്രിക്കുന്ന, ഹാർഡ്വെയർ ഉപകരണങ്ങളെ നിയന്ത്രിക്കുന്ന, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് ഒരു യൂസറിന് ഇന്റർഫേസ് നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അറിയാം, നമ്മൾ പറഞ്ഞല്ലോ സോഫ്റ്റ്വെയർ ആണിത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS, operating system, software that controls computer resource, control hardware devices and to provide a user interface for interacting with the computer. അങ്ങനെയൊക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കാം. നമ്മള് കമ്പോണൻസ്, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഉണ്ട്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഉണ്ട്. ഇത്രയുണ്ട് അതിനകത്ത് വരുന്നത്, ഫണ്ടമെന്റൽസിൽ വരുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CPU, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ അത് ഏതൊക്കെയാ വരുന്നതെന്നും അതിന്റെ ഓരോന്നും നമ്മൾ നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഇനി നമുക്ക് പ്രധാനമായിട്ടും 3 എണ്ണം ഇതിനകത്ത് വരുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് പഠിക്കുന്നുണ്ട്. വേർഡ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്. ഇതിന്റെ ഒരു ടൂള് ഇത് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാനപ്പോ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. നമുക്കിവിടെ നിങ്ങൾക്ക് എന്താ പറയാ, ജസ്റ്റ് ഇതൊന്ന് ഏതൊക്കെ ടൂൾ ബാറുകളാണെന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ ആ വേർഡ് എടുക്കുമ്പോൾ അതിന്റെ ഇത് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഓരോ ടൂളുകളും എന്തൊക്കെയാണെന്നുള്ള സംഭവങ്ങളും അതിനകത്ത് വേർഡ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിനകത്ത് ബിയില് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഉണ്ട്, വേർഡ് ഉണ്ട്, പവർ പോയിന്റ്. പിന്നെ അത് ഓരോന്നും എവിടേക്കാണ് ആപ്ലിക്കേഷൻ ഇൻ ഹോസ്പിറ്റലാണ്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഈ വേർഡ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് പവർ പോയിന്റ്, എക്സല്, അത് 3 എണ്ണമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ എക്സൽ ഷീറ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇന്റർനെറ്റ് വരുന്നുണ്ട് അവിടെ. പിന്നെ വെബ് ബ്രൗസേഴ്സ് ഉണ്ട്. പിന്നെ ഓൺലൈൻ സെക്യൂരിറ്റി, കുറച്ച് ഇതും കൂടി ഉള്ളു അതിന്റെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഇന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ.